മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സാധാരണ രീതിയിൽ ടി വിയുടെ മുമ്പിലിരിക്കാൻ സമയം കിട്ടാറില്ല. എങ്കിലും 1-2 ദിവസം യാത്രാവേളയിൽ തൃപ്പൂണിത്തുറയിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ താമസിച്ചപ്പോൾ ഞാൻ ജനം ടി വിയിൽ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പൊളിച്ചടുക്കൽ എന്ന ഒരു പരിപാടി അദ്ദേഹം വിവരിക്കുന്നത് കേട്ടു. 11-ാം തീയതി വൈകുന്നേരം രാത്രി 8-ന് ശേഷമോ ഉണ്ടായിരുന്നു. 12-ാം തീയതി ഞായറാഴ്ച രാവിലെയും ഉണ്ടായിരുന്നു. അത് റിപ്പീറ്റേഷനായിട്ട് അതിൽ സെയിൻ്റായിട്ട് വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ കുറിച്ചിട്ടായിരുന്നു വിവരിച്ചത്. 1910 മദർ തെരേസ ജനിച്ചതും 1996 വരെ അവർ പ്രവർത്തിച്ചതും 1952 മുതൽക്ക് 96 വരെ 29,000 വ്യക്തികളെ മതം മാറ്റിയതും ആ മതം മാറ്റുന്നതിന് സെന്റ് പീറ്റേഴ്സിന്റെ ടിക്കറ്റ് കൊടുത്തു എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയും വി യൂസ് ടു സേ സെന്റ് പീറ്റേഴ്സ് ടിക്കറ്റ് ഫോർ ബാപ്റ്റൈസിങ് ദ പീപ്പിൾ എന്ന് പറയുകയും വി റിക്വസ്റ്റഡ് ദ ഗോഡ് ടു ഫർഗീവ് ദ സിൻ ഓഫ് ദീസ് പീപ്പിൾ എന്ന് പറയുകയും എന്നിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേരി എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ വനിത ആ മദർ തെരേസയുടെ ശുശ്രൂഷയിൽ കഴിയുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന വേദന പരമാവധി സാരിഡോണോ അനാസിനോ ഏറ്റവും കൂടുതൽ വന്നാൽ ബ്രൂഫിൻ എന്ന ഒരു ടാബ്ലറ്റ് അല്ലാതെ അവരെ ചികിത്സിക്കുകയോ അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നും അവര് ദ ഹോം ഓഫ് ദി ഡെത്ത്, ഹോം ഓഫ് ഡൈയിങ്, വന്നു കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ളത് അവരെ എഴുതി ബോധിപ്പിക്കുന്ന മാതിരി മരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ജീവിക്കാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരാനുള്ള കേന്ദ്രമല്ല, മരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം. അത് ഏറ്റവും വൃത്തികെട്ട അന്തരീക്ഷമാണെന്ന് അവിടെ ചെന്ന് വീഡിയോ എടുത്ത മാക്മില്ലൻ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോയും വളരെ ഇതായിട്ട് കാണിച്ചിരുന്നു. ഈ കള്ളനോട്ടും കരിഞ്ചന്തയും ആയുധ ഇടപാടും ഫിനാൻഷ്യൽ ഫ്രോഡും നടത്തിയവരിൽ നിന്ന് ധാരാളമായിട്ട് പൈസ വാങ്ങിച്ചു എന്ന് അവർ തന്നെ പറയുകയും അമേരിക്കയിൽ ഇന്നും കുറ്റവാളിയായിട്ട് ജയിലിൽ കഴിയുന്ന ആളുടെ വിമാനത്തിൽ ഇവർ യാത്ര ചെയ്യുകയും ആ പൈസയെല്ലാം ഇതുമാതിരിയുള്ള മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന പോപ്പിന്റെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി ഉപയോഗിക്കുകയും അത് മാത്രമല്ല യൂണിയൻ കാർബൈഡ് ഭോപ്പാലില് 2.5 ലക്ഷം പേരുടെ മരണത്തിനും അന്ധതയ്ക്കും കാരണമായിട്ടുള്ള ആ ഭയാനകമായിട്ടുള്ള മീഥൈൽ തയോസയനൈറ്റ് ലീക്ക് ചെയ്തപ്പോൾ അവിടെ ചെന്ന് ഫർഗീവ് 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 എന്ന ആത്മീയ രീതിയിൽ പറഞ്ഞതിൻ്റെ പുറകില് അവര് വലിയ ഒരു വ്യക്തിയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്നും വളരെ ക്രിമിനൽ കുറ്റവാളികളുടെ വിധി വരുന്നതിന് മുമ്പ് ഇവർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തവരാണെങ്കിൽ ജഡ്ജിക്ക് കത്തെഴുതിയിട്ട് മാപ്പ് കൊടുക്കണമെന്ന് ജഡ്ജിക്ക് എഴുതുകയുമെല്ലാം ചെയ്തിരുന്നതിനെ കുറിച്ച് മോഹൻദാസ് വളരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു. പിന്നെ ഒരു ആശുപത്രി തുടങ്ങുകയോ പാവപ്പെട്ടവരെ രോഗവിമുക്തയാക്കുകയോ അല്ലായിരുന്നു, കൂടുതലും മരണത്തിലേക്ക് പോകുന്നവരെ മരിക്കാനായിട്ട് ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിന് പ്രത്യേകിച്ച് തിരിച്ചു വരാൻ സാധ്യതയുള്ളവരെ ചികിത്സിക്കുക പോലും ചെയ്യാതെ എന്ന് TG മോഹൻദാസ് പൊളിച്ചടുക്കളയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അവർക്ക് തന്നെ നോബൽ സമ്മാനം കിട്ടിയതും പോപ്പിന്റെയും മറ്റെല്ലാവരുടെയും സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ളതും ഒരു സാധാരണ സ്ത്രീ ഡോക്ടർ ചികിത്സിച്ച് അവരുടെ ട്യൂമർ മുഴുവനും മാറിയ സ്ത്രീ, ആ സ്ത്രീ വളരെ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ മദർ തെരേസയുടെ ചിത്രത്തിൽ നിന്ന് ഒരു പ്രകാശം വന്ന് എൻ്റെ ട്യൂമർ പോയി എന്ന് പറഞ്ഞത് അത് പോപ്പ് തെളിവായിട്ട് എടുത്തിട്ട് വളരെ തട്ടിക്കൂട്ടിയിട്ട് ഇത്രയും അധികം കാര്യങ്ങൾ
നെഗറ്റീവായിട്ട് ചെയ്തു എന്ന് ലോകത്തിനറിയാവുന്ന വ്യക്തിയുടെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തതിനെക്കുറിച്ചും ലാസ്റ്റ് മാതാമൃതാനന്ദമയി ചെയ്യുന്ന പ്രവൃത്തികൾ അവർ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനാഥാലയങ്ങളും ആശുപത്രികളും തീർച്ചയായിട്ടും പൈസ മേടിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ ആ പൈസ പൂർണ്ണമായിട്ടും നന്മ നിറഞ്ഞവരിൽ നിന്ന് വാങ്ങിച്ച് പാവപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും കൊടുക്കുക, പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനും ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ള മെഡിക്കൽ പ്രൊഫഷനിൽ പഠിക്കാനുള്ളവരുണ്ടാക്കുന്നത്, ഇതെല്ലാം TG മോഹൻദാസ് കമ്പയർ ചെയ്തിരുന്നു. എന്നിട്ട് ഇത്രയുമെല്ലാം ചെയ്ത മദർ തെരേസ ആൾദൈവമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അവരെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി പള്ളി അവരുടെ രൂപം വയ്ക്കുക, അവരെ വാഴ്ത്തുക, അവർക്ക് സ്തുതിക്കുക, അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ജീവിച്ചിരുന്നപ്പോഴത്തേക്കും ഉള്ള പോലെ അതേ മനുഷ്യനെ ആരാധിക്കുന്നത് ആൾദൈവത്തെ ആരാധിക്കല്ല. അമൃതാനന്ദമയുടെ അമ്പലമൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല, അവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടും ഇല്ല, അവര് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടണമെന്ന് പറഞ്ഞിട്ടും ഇല്ല, മെസ്മറിസമോ ഇങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല അവര്. പക്ഷെ അമൃതാനന്ദമയിക്ക് എതിരെ ആൾദൈവം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആരോപണങ്ങൾ ഹൈന്ദവ ജനതയുടെ വിശ്വാസത്തെയും നന്മയെയും തകർക്കാനും ക്രൈസ്തവര് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇത്രയും അധികം എണ്ണി TG മോഹൻദാസ് ഓരോ കാര്യം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് വേദന തോന്നും. ഇതൊന്നും ലോകം അറിയുന്നില്ലല്ലോ. പക്ഷേ നമ്മുടെ സുപ്രീം കോടതിയിലെ ആ മാർക്കണ്ഡേയ കഡ്ജു എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി മദർ തെരേസയെ കുറിച്ച് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്, ഫേസ്ബുക്കിലും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന പൈസയുടെ 10,000-ൽ അംശം കിട്ടാൻ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യാം. ഉപയോഗിച്ച സിറിഞ്ച് തന്നെ ഉപയോഗിച്ച് എല്ലാവരെയും കുത്തിവെക്കുക, മരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം. മനുഷ്യൻ വേണ്ടത് ജീവിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കലാണ്. ഇത് മരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം. എല്ലാ വ്യക്തിക്കും മരണത്തിലേക്കുള്ള നയിക്കാനുള്ള എൻ്റെ കയ്യിലൂടെ 29,000 പേര് മരിച്ച് അവർ സെന്റ് പീറ്റേഴ്സിന്റെ ടിക്കറ്റ് കൊടുത്തു എന്ന് അവർ തന്നെ വ്യംഗ്യമായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരവസ്ഥ, ബാപ്റ്റൈസ് ചെയ്തു എന്ന് പറയുന്ന അവസ്ഥ. ഇതിൽ ഒരു തിന്മയും ചെയ്യാത്ത മാതാമൃതാനന്ദമയ്യെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും അവരെ തെറ്റായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെയുള്ള വിഭാഗങ്ങളും യുക്തിവാദികളും ബുദ്ധിജീവികളും ഉൾപ്പെടെ ഒരു വശത്ത് പ്രവർത്തിക്കുക, അപ്പുറത്ത് ശരിക്കും മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മാതിരി പച്ച മനുഷ്യനായിരുന്ന വ്യക്തിയോട് പ്രാർത്ഥിക്കുക, വിശുദ്ധനായിട്ട് ഡിക്ലെയർ ചെയ്യുക, അവരുടെ ഡെഡ് ബോഡിയിൽ നിന്ന് ചീഞ്ഞ ഇറച്ചി കൊണ്ടുവന്നിട്ട് തിരുവവശേഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പ്രതിഷ്ഠിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് ഉൾപ്പെടെ മദർ തെരേസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സുഷമാ സ്വരാജാണ് വത്തിക്കാനിലേക്ക് പോയിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈന്ദവ ജനത മനസ്സിലാകത്തക്ക വിധത്തിൽ ജനം ടിവിയിൽ പൊളിച്ചെടുക്കലിൽ TG മോഹൻദാസ് പറഞ്ഞത് സത്യത്തിൽ കേട്ടപ്പോൾ എന്താ എനിക്ക് തോന്നുന്നു, ഒരാളെങ്കിലും സത്യം പറയാനുണ്ടല്ലോ, ഒരു ചാനലെങ്കിലും ഈ പച്ചയ്ക്ക് ഇതെല്ലാം കൊണ്ടുവരുന്നതിൽ കുറച്ച് സന്തോഷം തോന്നിയെങ്കിലും കേട്ടത് നമ്മുടെ ഹൈന്ദവ ആചാര്യന്മാരെയും നന്മ ചെയ്യുന്നവരെയും ഒരു വശത്ത് അവഹേളിക്കുകയും അവരെ കരിവാരിത്തേക്കുകയും ചെയ്യുക, അതിനേക്കാൾ എത്രയോ മോശമായത് ചെയ്തവരെ മതേതരത്വത്തിന്റെ പേരിലും അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലൊക്കെ പേരിൽ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആ വിവരം ഹൈന്ദവ ജനത അറിയാതെ പോകുന്നുണ്ടല്ലോ, വീണ്ടും അതേപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു പ്രത്യേക മാനസിക വേദനയും എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രണാമം, നമസ്കാരം.